सेविता लसति भारती विश्वपावनी लसति भारती लसति भारती लसति भारती विश्वपावनी वदत संस्कृतं धर्मभासकं नयत संस्कृतं स्वीयजीवने वदत संस्कृतं धर्मभासकं नयत संस्कृतं स्वीयजीवने. അപ്പോൾ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചിരിക്കാൻ പറ്റി, മഹാദേവനെ കുറിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റി. അതും മഹാദേവ സന്നിധിയിൽ ഉപകവിന്റെ കഥയെക്കുറിച്ച് പറഞ്ഞിരിക്കാം, സംസ്കൃതത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. സംസ്കൃതം സത്യത്തിൽ ഭാരതത്തിന്റെ ഭാഷയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭാരതത്തിന്റെ ഭാഷയാണ്. അപ്പൊ നമ്മുടെ എല്ലാം രക്തത്തില് ഇതുണ്ട്, അലിഞ്ഞു ചേർന്ന ഒരു ഭാഷ. നമ്മുടെ രക്തത്തില് അലിഞ്ഞു ചേർന്ന ഒരു ഭാഷയാണ് സംസ്കൃതം. കാരണം നമ്മൾ അറിയാതെ തന്നെ ദിവസവും സംസ്കൃത വാക്കുകൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം സംസ്കൃതമാണ്. ഇപ്പൊ ഞാൻ കാരണം എന്ന് പറഞ്ഞില്ലേ, ജലം നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി വാക്കുകൾ, വാക്ക് സംസ്കൃതമാണ്. പിന്നെ നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചില്ലേ. ശ്രേഷ്ഠം എന്നുള്ള സംസ്കൃത പദമാണ്, ഭാഷ എന്നുള്ള സംസ്കൃത പദമാണ്. ശ്രേഷ്ഠ ഭാഷ സംസ്കൃത പദമാണ്. അപ്പൊ മലയാളത്തിന് എന്താ കിട്ടിയത്? സംസ്കൃതത്തിന്റെ ബഹുമതിയല്ലേ കിട്ടിയത് അല്ലേ. ഇപ്പൊ സംസ്കൃതം എന്ന് പറയുന്നത് എല്ലാ ഭാഷകളുടെ അമ്മയാണ്. നമ്മുടെ ഭാരതത്തിന്റെ ഭാഷയാണ്, ഭാരതീയരുടെ അമ്മയാണ്. മാത്രമല്ല ഈ സംസ്കൃതം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, നടരാജസ്വാമിയുടെ ഡമരുവിൽ നിന്നുണ്ടായതാണ്, ആ ധക്കയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ നടരാജസ്വാമിയുടെ പ്രസാദമായ സംസ്കൃതം നമ്മളത് സ്വീകരിക്കണം, നമ്മളത് പ്രചരിപ്പിക്കണം. നമ്മുടെ ഭാരതീയരുടെ തന്നെ ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന ഇംഗ്ലീഷ് പ്രചരിപ്പിച്ചു അല്ലേ. അതുപോലെ നമ്മൾ സംസ്കൃതം പ്രചരിപ്പിക്കണം, നമ്മുടെ ഭാഷയെ പ്രചരിപ്പിക്കണം, നമ്മുടെ സംസ്കാരത്തെ പിന്തുടരണം അല്ലേ. നമുക്ക് ഇത്രയും വലിയ സംസ്കാരം ഉണ്ടായിട്ട് വെറുതെ എന്തിനാ നമ്മൾ വിദേശികളുടെ സംസ്കാരം നോക്കി പോകുന്നത്? എന്തിനാ ഇംഗ്ലീഷുകാരുടെ സംസ്കാരം നോക്കി പോകുന്നത്? അവര് നമ്മുടെ സംസ്കാരത്തെ തേടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസം പോലും ഇപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ നിന്നൊക്കെ മാറി. ഇപ്പൊ സ്കൂളുകളല്ലേ അല്ലേ. ഇപ്പൊ ഗുരുകുല വിദ്യാഭ്യാസം, ഗുരുശിഷ്യ ബന്ധം ഉണ്ടാവണം. അതുപോലെ സംസ്കാരം, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു വലിയൊരു കണക്ടർ ആണ് സംസ്കൃതം. കണ്ണി, ആ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ണിയാണ് സംസ്കൃതം അല്ലേ. സംശയമുണ്ടോ? അതാണ് ചോദിച്ചത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, മൈക്കിന്റെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ സംസ്കൃതം നമ്മുടെ അമ്മയാണ്. ഈ സംസ്കൃതത്തെ ആണ് ഇവിടെ പല ക്ലാസ്സുകളിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഇവിടെയുള്ളത്. നമുക്ക് വിദ്യാമൂർത്തിയായ മഹാദേവന്റെ ജ്ഞാനസ്വരൂപമായ ദക്ഷിണാമൂർത്തിയാണ് ഇവിടെയുള്ളത്. അപ്പൊ അദ്ദേഹത്തിലൂടെ നമുക്ക് ജ്ഞാനത്തെ, അതായത് സംസ്കൃതത്തെ പ്രചരിപ്പിക്കുന്ന ഒരു സങ്കേതമായി ഈ ക്ഷേത്രം മാറട്ടെ
ആഗ്രഹിക്കാം, മഹാദേവനോട് പറയാം, പ്രാർത്ഥിക്കാം അല്ലേ? നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള സംസ്കൃതം ഉണ്ട്. അത് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന സംസ്കൃതം എന്ന് പറയുന്ന മന്ത്രങ്ങൾ മാത്രം. സംസ്കൃതം ഇസിക്കൽറ്റ് മന്ത്രം അല്ല. സംസ്കൃതത്തില് മന്ത്രങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇപ്പൊ ഞാനിപ്പോ പാടിയത്, കഥ പറഞ്ഞത് എല്ലാം സംസ്കൃതത്തിലല്ലേ? അത് മന്ത്രമാണോ? വേദങ്ങളാണോ? ഇപ്പൊ സംസ്കൃതത്തില് വേദങ്ങളും മന്ത്രവും മാത്രമല്ല ഉള്ളത്, മറ്റ് പലതിലുണ്ട്. അപ്പൊ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒത്തിരി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം അതിനുദാഹരണമാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്കും പങ്കാളികളാകാൻ ശ്രമിക്കാം. എപ്പോഴും നമുക്ക് കഴിയുന്നു വരില്ല, നമുക്കും ശ്രമിക്കാം. നമുക്കും സംസ്കൃതത്തെ പ്രചരിപ്പിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രചരിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പ്രചരിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലത്ത് നടന്ന് സംസ്കൃതി ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിൽ ചെന്ന് പറയുന്ന അല്ല പ്രചരണം. നമ്മൾ പഠിക്കണം. സംസ്കൃതത്തെ ആദ്യം പഠിക്കണം. സംസ്കൃതം എന്ത് എന്നറിയണം. സംസ്കൃതത്തെ അറിയണം, എന്നിട്ട് അത് പഠിപ്പിക്കണം. അത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സംസ്കൃതത്തെ പഠിപ്പിക്കണം. പിന്നെയോ അത് സംസാരിക്കണം. അപ്പൊ നമ്മുടെ സംസ്കൃത അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. സംസാരത്തിലൂടെ നമുക്ക് സംസ്കൃത അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമ്മള് മലയാളം പഠിച്ചത് എങ്ങനെയാ? കൊച്ചു പിള്ളേരെ സന്ധി, വിശ്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ മലയാളം പഠിക്കുന്നത്. അല്ല, നമ്മൾ വ്യാകരണം എന്ന് പറഞ്ഞതല്ല മലയാളം പഠിക്കുന്നത്. അതുപോലെ സംസ്കൃതം അതുപോലെ തന്നെ പഠിക്കുക. ആദ്യം ജീവിതത്തിൽ വ്യാകരണ പിഴകൾ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന മലയാളം തന്നെ എത്രയോ നമ്മൾ വ്യാകരണം നോക്കുകയാണെങ്കിൽ എത്രയോ തെറ്റുകളുണ്ട്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ ഭാഷയെ പഠിക്കേണ്ടത്. ആദ്യം വ്യാകരണം അല്ല മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മളതിനെ സംസാരിക്കുക, ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അതാണ് വേണ്ടത്. പിന്നെ ഈ സംസ്കൃതം മാത്രമല്ല, നമുക്ക് ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവാൻ നമുക്ക് ആ മഹാദേവനോട് പ്രാർത്ഥിക്കാം അല്ലെ? മഹാദേവ, എനിക്ക് അങ്ങേൽ അടിയുറച്ച ഭക്തി ഉണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭക്തിയിലൂടെ ജ്ഞാനസിദ്ധി നേടുവാനും ഈ ശ്രീകോവിലിൽ വിളങ്ങുന്ന നടരാജസ്വാമി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിദാനന്തരൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗോ നമേ ലോഭമോഹോ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്രോ ന കാമോ ന മോക്ഷഃ ചിദാനന്തരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാലയജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്തരൂപ ശിവോഹം ശിവോഹം
യുരുന്ന ശങ്ക നമേതാതിഭേദ പിതാനൈവ മേനൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിരവികൽപോ നിരാകാരരൂപോ വിഭുത്വാഖില സർവത്ര സർവേന്ദ്രിയാണാം ന താസംഗതോ നൈവ മുക്തിർന മേഹ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം നമഃ ശിവായ. അണ്ണാമല ക്ഷേത്രത്തിലേക്ക് പുനഃപ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് 6ാം ദിവസമായ ഈ വേദിയിൽ പ്രഭാഷണം നടത്തിയ കുമാരി സരസ്വതി നമ്മളെല്ലാവരും ക്ഷേത്രാദർശനം നടത്തുന്നവരാണ്, ഹിന്ദു ധർമ്മം പഠിക്കുന്നവരാണ്, ആചരിക്കുന്നവരാണ്. പക്ഷേ വളരെ ലളിതമായ ഭാഷയിൽ ശിവതത്വവും ദക്ഷിണാമൂർത്തി സങ്കല്പവും ഒരു ഭക്തന്റെ ലക്ഷണവും ഭക്തൻ ജ്ഞാനമെങ്ങനെ നേടണം, അതുപോലെ 2 കഥകൾ ഉപമന്യുവിന്റെയും അതുപോലെ പ്രസാദന്റെ വ്യക്തിയെക്കുറിച്ചൊക്കെ വളരെ ലളിതമായി പറയുകയും അതിലേറെ ദേവാഭാഷയായ സംസ്കൃതം, സത്യത്തിൽ ഇവിടെ എത്ര പേരുടെ സംസ്കൃതത്തെ കുറിച്ച് ആ ഭാഷയെക്കുറിച്ച് അറിയാം. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആ ജ്ഞാനം അതിനെ മനസ്സിലാക്കി അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സരസ്വതി നമുക്കെല്ലാവരും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർക്കെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും സംസ്കൃതം പഠിക്കണം, പഠിപ്പിക്കണം എന്നുള്ള ദൃഢനിശ്ചയം ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നമുക്ക് എടുക്കുവാൻ സാധിക്കണം എന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. അതിനു വേണ്ടിയുള്ള ഒരു വേദി തൊടുപുഴയിലുണ്ട്. വിശ്വസംസ്കൃത പ്രതിഷ്ഠാന്റെ സരസ്വതി പറഞ്ഞതുപോലെ വിശ്വസംസ്കൃത പ്രതിഷ്ഠാന്റെ ഒരു പഠനകേന്ദ്രം തൊടുപുഴയിൽ ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയിലും വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മുതൽ 6 വരെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ശ്രീവത്സം ഓഡിറ്റോറിയം അതിന്റെ 3ാം നിലയില് വിശ്വസംസ്കൃത പ്രതിഷ്ഠാന്റെ സംസ്കൃത സംഭാഷണ ശിബിരം 10 ദിവസത്തെ സംസ്കൃത സംഭാഷണ ശിബിരവും അതുപോലെ ഭഗവത്ഗീതയിൽ പഠിപ്പിക്കുന്ന ഒരു വേദിയുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അത് പഠിക്കുവാൻ വരണം. കുട്ടികളെ പറഞ്ഞുകൊടുക്കാൻ സാധിക്കണം. ഈ ഇവിടെ വന്ന് വളരെ ലളിതമായ ഭാഷയിൽ ഞങ്ങൾക്ക് ധാരാളം അറിവുകൾ പകർന്നു നൽകിയ കുട്ടികളുമായിട്ട് വളരെ അനുബന്ധിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പകർന്നു നൽകിയ കുമാരി സരസ്വതിക്ക് ആനിക്കാനിക്കെല്ലാം തിരുവമ്പാട്ടിൽ നമുക്കറിയാം മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിക്ക് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന മഹാദേവ ക്ഷേത്രമാണ് തിരുവമ്പാട്ടിൽ. ആ ക്ഷേത്രത്തിന്റെ ഇല്ലം ആനിക്കാട്ടിലത്തെ കുട്ടിയാണ്.